വാരാഹിയമ്മയെ പൂജിച്ചാരാധിച്ചാൽ എല്ലാവിധ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും അമ്മ നീക്കിത്തരുന്നതാണ്. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചമ്മ കയറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മന്ത്രങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് അമ്മയെ പൂജിച്ചാരാധിക്കൂ. അമ്മയെ രാത്രികാലങ്ങളിലാണ് പൂജിച്ചാരാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൂടുതൽ ശക്തിയുള്ള സമയം രാത്രികാലങ്ങളാണ്. സന്ധ്യാനേരം മുതൽ 9:30 മണി വരെയും പുലർച്ചെ സമയത്തും അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി നിങ്ങളെല്ലാവരും അമ്മയുടെ ഈ മന്ത്രം ജപിക്കൂ. ഓം വാരാഹി വജ്രകോശ വാരാഹിന്യായേ നമഃ എന്ന ഈ മന്ത്രം ജപിച്ചുകൊണ്ട് 108 പ്രാവശ്യമോ 1008 പ്രാവശ്യമോ അമ്മയെ പൂജിച്ചാരാധിച്ചാൽ നിങ്ങളുടെ എല്ലാവിധ നല്ല ആഗ്രഹങ്ങളും അമ്മ നിറവേറ്റിത്തരുന്നതാണ്. നല്ല കാര്യങ്ങൾക്ക് മാത്രമേ അമ്മയോട് പറയാൻ പാടുള്ളൂ. അമ്മ അതുമാത്രമേ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരികയുള്ളൂ. നിങ്ങളുടെ ഭക്തിയും നിങ്ങളുടെ സമർപ്പണ മനോഭാവവും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥപരമായ ഭക്തിയോടുകൂടെയും സമർപ്പണ മനോഭാവത്തോടുകൂടെയും അമ്മയെ പൂജിച്ചാരാധിക്കൂ. നിങ്ങളുടെ ഏതാഗ്രഹവും അമ്മ നിറവേറ്റിത്തരുന്നതാണ്. അമ്മ ആദിപരാശക്തിയുടെ തന്നെ ഒരു രൂപഭാവമാണ്. അതുകൊണ്ട് തന്നെ അമ്മ നിങ്ങളെ രക്ഷിക്കുന്നതാണ്. അമ്മയോട് സ്വന്തം മക്കൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഭക്തിയോടുകൂടെയും സമർപ്പണ മനോഭാവത്തോടുകൂടെയും അമ്മയോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും നീക്കി അമ്മ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ പണത്തിനുള്ള ബുദ്ധിമുട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളോ എന്തായാലും അമ്മ അതെല്ലാം നീക്കി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അമ്മ നൽകുന്നതാണ്. അമ്മയെ വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥപരമായ ഭക്തിയോടുകൂടി അമ്മയോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അമ്മ നിറവേറ്റിത്തരുന്നതാണ്. അതിനായി എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക. അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓം വാരാഹിന്യായേ